ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സ്നാപ്ഷോട്ട് ടെക്സ്റ്റ് ബുക്കിലെ 3rd ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് രംഗാസ് മാരേജ് എന്നാണ്. ദിസ് ചാപ്റ്റർ ഈസ് റിട്ടൺ ബൈ മസ്തി വെങ്കടേഷ് അയ്യങ്കാർ. മസ്തി എന്നുള്ളത് സ്ഥലപ്പേരാണ്. ശരിക്കും വെങ്കടേഷ് അയ്യർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഈ ചാപ്റ്റർ വളരെ രസമുള്ള ഒരു ചാപ്റ്ററാണ്. നല്ലൊരു ഹാപ്പി എൻഡിങ് ഒക്കെയാണ് ഇതിനുള്ളത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് ഇനിയും പോകാം. ഈ ചാപ്റ്ററിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് വെങ്കടേഷ് അയ്യറാണ് റൈറ്റർ എങ്കിലും ഈ ചാപ്റ്റർ അല്ലെങ്കിൽ കഥ നമുക്ക് നറേറ്റ് ചെയ്തു തരുന്നത് വേറൊരാളാണ്. ആ ആളുടെ പേരാണ് ശ്യാമ. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് റൈറ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ രംഗാസ് മാരേജ് എഴുതിയത് മസ്തി വെങ്കടേഷ അയ്യങ്കാറാണ്. മസ്തി എന്ന് പറയുന്നത് സ്ഥലപ്പേരാണ്. അദ്ദേഹം ജനിച്ചത് 6th June 1891 അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററായിരുന്നു കന്നഡ ലാംഗ്വേജിലെ. അതേപോലെ തന്നെ മറ്റുള്ള കന്നഡ ലാംഗ്വേജിൽ എഴുതുന്ന റൈറ്റേഴ്സിനെ വെച്ച് 4th ജ്ഞാൻപീഠ് അവാർഡ് കിട്ടിയ ഒരാളാണ് മസ്തി വെങ്കടേഷ അയ്യങ്കാർ. ഇനി നമുക്ക് ചാപ്റ്റർ വായിച്ചു തുടങ്ങാം. രംഗ, the accountant's son, is one of the rare breed among the village folk who has been to the city to pursue his studies. When he returns to his village from the city of Bangalore, the crowds mill around his house to see whether he has changed or not. His ideas about marriage are now quite different, or are they? അപ്പോൾ ഈ ലൈൻസിൽ പറയുന്നത് രംഗ എന്ന് പറയുന്ന ഒരാളിനെ പറ്റിയാണ് ഈ കഥയിൽ പറയുന്നത്. അദ്ദേഹത്തെ റെയർ ബ്രീഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കാൻ കാരണം അവരുടെ ഗ്രാമത്തിൽ നിന്ന് വേറെ ആരും പുറത്തു പോയി പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ രംഗ എന്ന് പറയുന്ന ഈ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു സണ്ണായ ഈ ആൾ ബാംഗ്ലൂരിൽ പോയി ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ദ ക്രൗഡ്സ് മിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ ഒരു കൂട്ടം അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞിട്ട് ഈ രംഗയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരായിരുന്നു അത്. മാരേജിൻ്റെ ഐഡിയയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതോ സെയിം ഇവിടെ താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ബിലീഫിൽ തന്നെയാണോ എന്നൊക്കെ അറിയാനായിരുന്നു ഈ ആൾക്കാരുടെ ആകാംക്ഷ. When you see this title, some of you may ask, Ranga's marriage, why not Ranganatha Vivaha or Ranganatha Vijaya? Well, yes, I know I could have used some other mouth-filling one like Jagannatha Vijaya or Girija Kalyana. But then, this is not about Jagannatha's victory or Girija's wedding. It's about our own Ranga's marriage, and hence no fancy title. സോ ഈ ലൈനിൽ നമ്മളോട് പറയുന്നത്, ആദ്യം തന്നെ നറേറ്റർ പറയുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു പേര് ഇട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, രംഗ എന്നുള്ളൊരു കുട്ടി എൻ്റെ മുമ്പിലാണ് വളർന്നത്. അവൻ വലിയതായതും എൻ്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പേരിടുന്നത്. അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയ രംഗനാഥ വിവാഹ, രംഗനാഥ വിജയ എന്നൊക്കെ വെക്കാഞ്ഞതിന് കാരണം അതാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫാൻസി ടൈറ്റിലും അല്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ: ഹോഷഹല്ലി ഈസ് അവർ വില്ലേജ്. യു മസ്റ്റ് ഹാവ് ഹേർഡ് ഓഫ് ഇറ്റ്. നോ, വാട്ട് എ പിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്. ദർ ഇസ് നോ മെൻഷൻ ഓഫ് ഇറ്റ് എനി geography book. Those sahibs in England writing in English probably do not know that such a place exists, and so make no mention of it. Our own people too forget about it. You know how it is. They are like a flock of sheep. One sheep walks into a pit, the rest blindly follow it. When both the sahibs in England and our own geographers have not referred to it, you cannot expect the poor cartographer to remember to put it on the map, can you? And so there is not even the shadow of our village on any map. സോ ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് ഹോഷഹല്ലി എന്ന അവരുടെ സ്ഥലത്തെ പറ്റിയാണ് അവർ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് നമ്മളോട് പറയുന്നുണ്ട്.
നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. ജോഗ്രഫി ബുക്കിലും എങ്ങും ഞങ്ങളുടെ ഈ പ്ലേസിനെ കുറിച്ച് എഴുതിയിട്ടില്ല. ഇംഗ്ലീഷ് എഴുതുന്ന ഇംഗ്ലണ്ടിലുള്ള സാഹിബുമാർ പോലും ഈ ഒരു പ്ലേസ് ഉള്ളതായിട്ട് എങ്ങും പറയുന്നില്ല. ഞങ്ങളുടെ സ്വന്തം ആളുകൾ പോലും മറന്നുപോയിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു. ഒരാളും ഇതിനെക്കുറിച്ച് എഴുതാത്തതുകൊണ്ട് പിന്നീട് വരുന്ന ആരും എഴുതിയിട്ടുമില്ല, എങ്ങും മെൻഷൻ ചെയ്തിട്ടുമില്ല എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണവും ഇദ്ദേഹം പറയുന്നുണ്ട്. ഷീപ്പിനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത്. അതിങ്ങനെയാണ്: ഒരു ഷീപ്പ് വന്ന് കുഴിയിൽ വീണാൽ പിന്നാലെ വരുന്ന ഷീപ്പെല്ലാം അതിൽ വീഴും. അതുപോലെയാണ് ആരും എഴുതാത്തത് കൊണ്ട് പിന്നീട് വന്നവരും അതിനെപ്പറ്റി ബോദർ ചെയ്തിട്ടില്ല എന്ന് നമ്മളോട് പറയുന്നു. പിന്നീട് ഈ പാരഗ്രാഫിൽ പറയുന്നത് കാർട്ടോഗ്രാഫേഴ്സ് ആരാന്ന് നമുക്കറിയാമല്ലോ. മാപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് കാർട്ടോഗ്രാഫേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർ പോലും മാപ്പിൽ എങ്ങും ഈ സ്ഥലം മെൻഷൻ ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് പാരഗ്രാഫ്: Sorry, I started somewhere and then went off in another direction. If the state of Mysore is to Bharatvarsha what the sweet Karigadabu is to a festive meal, then Hoshahalli is to Mysore state what the filling is to the Karigadabu. What I have said is absolutely true. Believe me, I will not object to your questioning it, but I will stick to my opinion. I am not the only one who speaks glowingly of ഹോഷഹല്ലി. ഈ ഒരു പാരഗ്രാഫ് തൊട്ട് നമ്മളോട് ഈ സ്ഥലത്തെ പറ്റിയാണ് വിവരിക്കുന്നത്. പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളോട് ക്ഷമ ചോദിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാം. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ കഥ തുടങ്ങിയത് ഈ കഥയുടെ പേര് വെച്ചാണ്, പക്ഷെ ഗ്രാമത്തെ പറ്റി പറഞ്ഞുപോയി എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇവിടെങ്ങും കേൾക്കാൻ വഴിയില്ല. കരിഗാഡബു എന്ന് പറയുന്നത് അതൊരു സ്വീറ്റാണ്. ഈ തേങ്ങയും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണത്. അപ്പോൾ കമ്പാരിസൺ ഇങ്ങനെയാണ് നടത്തുന്നത്. കരിഗാഡബുവിൽ ഈ തേങ്ങയും പഞ്ചാരയും ഒക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഹോഷഹല്ലി എന്ന സ്മോൾ വില്ലേജ് മൈസൂരിൽ എന്നാണ് കമ്പാരിസൺ കൊടുക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇങ്ങനെയും പറയുന്നു, എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലായിരിക്കും, ബട്ട് നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ മാത്രമല്ല ഈ ഹോഷഹല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നും നമ്മളോട് പറയുകയാണ്. അടുത്ത പാരഗ്രാഫ്: We have a doctor in our place. His name is Gundabhatta. He agrees with me. He has been to quite a few places. No, not England. If anyone asks him whether he has been there, he says, No, Anaya, I have left that to you. Running around like a flea-pestered dog is not for me. I have seen a few places in my time though. As a matter of fact, he has seen many. ഈ പാരഗ്രാഫിൽ പറയുന്നത് ഒരാളെ നമ്മളെ പരിചയപ്പെടുത്തി തരികയാണ്. ഈ പാരഗ്രാഫിൽ നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗുണ്ടഭട്ട. ഈ ഹോഷഹല്ലി ഗ്രാമത്തിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹവും ഈ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ പോകുന്നു എന്ന് ഡോക്ടറിനോട് ചോദിച്ചാൽ ഇല്ലെന്നേ അദ്ദേഹം പറയത്തുള്ളൂ. കാരണം അതിലും ഇഷ്ടമാണ് അദ്ദേഹം ഈ ഗ്രാമം എന്ന് നമ്മളോട് പറയുകയാണ്. അടുത്ത പാരഗ്രാഫ്: We have some mango trees in our village. Come, visit us and I will give you a raw mango from one of them. Do not eat it, just take a bite. The soreness is sure to go straight to your Brahmarandra. I once took one such fruit home and a chutney was made out of it. All of us ate it. The cough we suffered from after that. It was when I went for the cough medicine that the doctor told me about the special quality of the fruit. ഈ പാരഗ്രാഫിൽ അവരുടെ ഗ്രാമത്തിൽ ഉള്ള കുറച്ച് മാംഗോ ട്രീസിനെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളുടെ വില്ലേജിൽ കുറേ മാംഗോ ട്രീസ് ഉണ്ട്. നിങ്ങൾ വരൂ, ഞാൻ നിങ്ങൾക്ക് ഒരു പഴുത്ത മാങ്ങ തരാം. അത് പെട്ടെന്നൊന്നും കഴിക്കരുത്, പതിയെ പതിയെ കഴിക്കണം. ഒരു ബൈറ്റൊക്കെ എടുത്തിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ രുചി നമ്മുടെ തല വരെ ചെല്ലുമെന്ന് പറയുന്നു.
ഒരു ദിവസം ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങ അദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹവും വേറെ കുറേ പേരും കൂടെ ഇത് കഴിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർക്കെല്ലാം ചുമ പിടിച്ചു. എന്നിട്ട് ഈ ഡോക്ടറിൻ്റെ അടുത്ത്, ഡോക്ടർ ആരാ? ഗുണ്ടഭട്ട, അദ്ദേഹത്തിൻ്റെ അടുത്ത് മരുന്നിനായി ചെന്നു എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് ഡോക്ടർ നമ്മുടെ അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് പാരഗ്രാഫ്. Just as a mango is special, so is everything else around our village. We have a creeper growing in the ever so fine water of the village pond. Its flowers are a feast to behold. Get 2 leaves from the creeper when you go to the pond for your bath, and you will not have to worry about not having leaves on which to serve the afternoon meal. You will say, I am rambling. It is always like that when the subject of our village comes up. But enough. If any one of you would like to visit us, drop me a line. I will let you know where Hoshahalli is and what things are like here. The best way of getting to know a place is to visit it. Don't you agree? ഈ പാരഗ്രാഫിൽ മാംഗോയെ നമുക്ക് പരിചയപ്പെടുത്തിയതുപോലെ തന്നെ അവരുടെ ഗ്രാമത്തിൽ വേറൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ പോണ്ട്. അതിലുള്ള വെള്ളം അതിമനോഹരമാണെന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. അതിൽ ഒരു ക്രീപ്പർ വളർന്നു വരുന്നുണ്ട്. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, വള്ളിച്ചെടി. അതിങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ആ ക്രീപ്പറിൽ നിന്ന് 2 ഇലയൊക്കെ പറിച്ച് കൊണ്ടു ചെന്നാൽ അദ്ദേഹം ഉച്ചയൂണ് ഗംഭീരമാണെന്നാണ് പറയുന്നത്. പിന്നെ യു വിൽ സേ ഐ എം റാംബ്ലിങ്. റാംബ്ലിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, റാംബ്ലിങ്ങിൻ്റെ അർത്ഥം അലറുക. നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ഞാൻ അലറുകയാണെന്ന്. പക്ഷേ നമ്മുടെ വില്ലേജിനെ പറ്റി പറയുമ്പോൾ അതൊരു പ്രത്യേകതരം അനുഭവമാണെന്ന് നറേറ്റർ പറയുന്നു. കാരണം ഈ ചെടിയുടെ ഇലകൾ വലിയതാണ്, വളരെ വലിയതാണ്. ഈ സ്റ്റോറി ഒരുപാട് പഴയതാണ് കേട്ടോ. ബ്രിട്ടീഷേഴ്സ് ഭരിച്ച കാലത്തുള്ളൊരു സ്റ്റോറിയാണ്. നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ളൊരു സ്റ്റോറിയാണ്. ഒത്തിരി പഴയ സ്റ്റോറിയാണ് കേട്ടോ. സോ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം. What I am going to tell you is something that happened 10 years ago. We did not have many people who knew English then. Our village accountant was the first one who had enough courage to send his son to Bangalore to study. It is different now. There are many who know English. During the holidays, you come across them on every street talking in English. Those days, we did not speak in English, nor did we bring in English words while talking in Kannada. What has happened is disgraceful, believe me. ഇവിടെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് പഴയ കാലത്തുണ്ടായൊരു സംഭവമാണ്. 10 കൊല്ലം മുമ്പുള്ള കഥയാണെന്നാണ് നറേറ്റർ പറയുന്നത്. ആ സമയത്ത് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ അധികം ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു അക്കൗണ്ടൻ്റാണ് അവരുടെ മകനെ ബാംഗ്ലൂരിൽ വിട്ട് പഠിപ്പിക്കാൻ ധൈര്യം കാണിച്ചതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറിക്കഴിഞ്ഞു. ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് നറേറ്റർ പറയുന്നുണ്ട്. അവധിക്കാലത്തും ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഇരുന്ന് ഇംഗ്ലീഷ് കേൾക്കാനും സംസാരിക്കാനും ഒക്കെ ആൾക്കാരിപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് കന്നഡ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലെ ഒരു വേർഡ് പോലും പറയാൻ അറിയില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. The other day I was in Rama Rao's house when they bought a bundle of firewood. Rama Rao's son came out to pay for it. He asked the woman, "How much should I give you? 4 pice," she said. The boy told her he did not have any change and asked her to come the next morning. The poor woman did not understand the English word change and went away muttering to herself. I too did not know. Later, when I went to Ranga's house and asked him, I understood what it meant. അവരുടെ തന്നെ ഗ്രാമത്തിലുള്ള രാമറാവു എന്ന ആളുടെ വീട്ടിൽ ഒരു സ്ത്രീ കുറച്ച് വിറക് വിൽക്കാൻ, ഫയർവുഡ് എന്ന് പറഞ്ഞാൽ വിറകാണ്,
വിറക് വിൽക്കാൻ വരുമ്പം എത്ര രൂപയായി എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ 4 രൂപ എന്ന് പറഞ്ഞു. രാമറാവുവിൻ്റെ മകൻ അത് കേട്ടിട്ട് സ്ത്രീയോട് തിരിച്ചു പറയും, അയ്യോ എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല എന്ന്. അപ്പോൾ ആ ചേഞ്ച് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് കേട്ടിട്ട് ആ സ്ത്രീക്ക് ഒന്നും മനസ്സിലായില്ല, നറേറ്ററിനും ഒന്നും മനസ്സിലായില്ല. അവർ രണ്ടുപേരും ഒന്നും മനസ്സിലാവാത്ത പോലെ നിന്നു. പിന്നെ വേറൊരു ദിവസം നറേറ്റർ രാമറാമയുടെ വീട്ടിൽ ചെന്നിട്ട് ആ കുട്ടിയോട് ചേഞ്ചിൻ്റെ അർത്ഥം ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴാണ് നറേറ്ററിന് മനസ്സിലാവുന്നത് ചേഞ്ചിൻ്റെ അർത്ഥം ബാക്കി പൈസ എന്നാണ് ഉദ്ദേശിച്ചതെന്ന്. അടുത്ത പാരഗ്രാഫ്. This priceless commodity, the English language, was not so widespread in our village a decade ago. That was why Ranga's homecoming was a great event. People rushed to his doorstep announcing, the accountant's son has come. The boy who had gone to Bangalore for his studies is here, it seems, and come, Ranga is here. Let's go and have a look. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കാൻ ആരും ശ്രമിക്കാത്തത് കൊണ്ട് ഇംഗ്ലീഷിലെ ഒരു വേർഡ് പോലും അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഈ രാമറാവു എന്ന ആള് അദ്ദേഹത്തിൻ്റെ മകനായ രംഗാനെ പുറത്ത് ബാംഗ്ലൂരിൽ വിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രംഗ വീട്ടിൽ തിരിച്ചെത്തുന്നത് ഒരു വലിയ സംഭവമായിരുന്നു. അതൊരു ഇവൻ്റ് ആക്കി മാറ്റിയായിരുന്നു. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ കുട്ടി തിരിച്ചെത്തിയെന്ന് എല്ലാവരും അലറിക്കൊണ്ട് അതുവഴി നടക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ആകാംക്ഷയോടെ കാത്തു നിന്നത് ബാംഗ്ലൂരിൽ പോയി പഠിച്ച് വന്ന രംഗയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നുവോ എന്നറിയാനായിരുന്നു. ഇംഗ്ലീഷുകാരെ പോലെ ആയോ, അതോ ഇപ്പോഴും ഇവിടെ ഗ്രാമത്തിലുള്ള ആളിനെ പോലെ തന്നെ, പഴയ ആളിനെ പോലെ തന്നെയാണോ, എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്നൊക്കെ അറിയണമായിരുന്നു. അങ്ങനെ ഈ ആൾക്കാരെല്ലാം കൂടെ രംഗയുടെ വീടിന് ചുറ്റും കൂടി നിൽക്കുകയാണ്. Attracted by the crowd, I too went and stood in the courtyard and asked, why have all these people come? There's no performing monkey here. അപ്പോൾ ഇവിടെ അത്ര ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടിട്ട് നറേറ്ററും കൂട്ടത്തിൽ പോയി നിന്നു. എന്നിട്ട് ചോദിച്ചു, ഇതെന്നാ ഇവിടെ ഇത്രയും ആൾക്കൂട്ടം, ഇവിടെ എന്നാ വല്ല കുരങ്ങിൻ്റെ കളി നടക്കുന്നുണ്ടോ എന്ന്. A boy, a fellow without any brains, said, loud enough for everyone to hear, what are you doing here? Then a youngster, immature and without any manners, thinking that all these things were now of the past, I kept quiet. അപ്പം നറേറ്റർ ഇവിടെ കുരങ്ങിൻ്റെ കളി വല്ലതും നടക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത് ഒരു കുഞ്ഞു കുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നറേറ്റർ ചോദിക്കുന്നത് കേട്ടിട്ട് ആ കുഞ്ഞു കുട്ടി തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. എങ്കിൽ താൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഞങ്ങളുടെ കൂടെ താൻ വന്ന് നിൽക്കുന്നുമുണ്ട്, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു. അത് കേട്ടിട്ട് നറേറ്റർ ആകെ അങ്ങ് ചമ്മിപ്പോയി, മിണ്ടാതെ നിന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. Seeing so many people there, Ranga came out with a smile on his face. Had we all gone inside, the place would have turned into what people call the Black Hole of Calcutta. Thank God it did not. Everyone was surprised to see that Ranga was the same as he had been 6 months ago, when he had first left our village. An old lady who was near him ran her hand over his chest, looked into his eyes and said, the Janivara is still there. He hasn't lost his caste. She went away soon after that. Ranga laughed. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത്, ഇത്രയും ആളുകളെ കണ്ടിട്ട് രംഗ ഒരു ചിരിയോടെ പുറത്തേക്ക് വന്നു. അപ്പോൾ നറേറ്റർ ഇങ്ങനെ പറയുന്നുണ്ട്, നന്നായി രംഗ പുറത്തേക്ക് ഇറങ്ങി വന്നത്, അല്ലെങ്കിൽ ഈ ആളുകളെല്ലാം കൂടി വീടിനകത്തേക്ക് കയറുമ്പോൾ അതൊരു ചെറിയ കൽക്കട്ടയായി മാറിയേനെ, അതുകൊണ്ട് നന്നായി അങ്ങനെ സംഭവിക്കാത്തത് എന്നും പറയുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തത് 6 മാസം മുമ്പ് ഇവിടെ നിന്ന് പോയി ബാംഗ്ലൂരിൽ പഠിച്ച രംഗയ്ക്ക് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അറിയാനായിരുന്നു. രംഗയുടെ അടുത്ത് ഒരു പ്രായമായ സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് അവരുടെ കൈ രംഗയുടെ നെഞ്ചത്ത് വെച്ചൊന്ന് തൊട്ടു നോക്കി. എന്നിട്ട് രംഗയുടെ കണ്ണിൽ നോക്കി പറയുന്നുണ്ട്, ജനീവര ഇപ്പോഴും അവിടെ ഉണ്ടെന്ന്. ജനീവര എന്നാൽ പൂണൂലാണ്. നമുക്കറിയാലോ,
ബ്രാഹ്മിൻസ് ആണ് പൂണൂൽ ധരിക്കുന്നത്. രംഗ ഒരു ബ്രാഹ്മണാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു എന്നറിയാനായിരുന്നു ആ സ്ത്രീ ആദ്യം ശ്രമിച്ചത്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടും ഈ സ്ത്രീ പറയുന്നുമുണ്ട് അവൻ അവൻ്റെ ജാതി മറന്നിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് ആ സ്ത്രീ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് രംഗ ചിരിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. Once they realized that Ranga still had the same hands, legs, eyes and nose, the crowd melted away like a lump of sugar in a child's mouth. I continued to stand there. After everyone had gone, I asked, "How are you, Rangappa? Is everything well with you?" It was only then that Ranga noticed me. He came near me and did a namaskara respectfully, saying, "I am all right with your blessings." അങ്ങനെ അവിടെയുള്ള ആൾക്കാർക്ക് പതിയെ എല്ലാം മനസ്സിലായപ്പോൾ രംഗയുടെ മൂക്കും കൈയും കണ്ണും ഒക്കെ ഇപ്പോഴും വ്യത്യാസമില്ലെന്നറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പതുക്കെ പതുക്കെ പിരിഞ്ഞുപോയി. ആ ക്രൗഡ് പിരിഞ്ഞു പോയതിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ വായിൽ എങ്ങനെയാണോ ഷുഗർ അലിയുന്നത് അതുപോലെയാണെന്നാണ് നരേറ്റർ പറയുന്നത്. എല്ലാവരും പോയിട്ടും നരേറ്റർ അവിടെ തന്നെ നിന്നു. എന്നിട്ട് രംഗാനോട് ചോദിച്ചു, എന്തുണ്ട്, സുഖമാണോ രംഗപ്പ, എല്ലാം ശരിയായി പോകുന്നുണ്ടോ എന്നൊക്കെ. ആ സമയത്താണ് രംഗ നരേറ്ററിനെ ശ്രദ്ധിക്കുന്നത്. രംഗ നരേറ്ററിന്റെ അടുത്ത് ചെന്ന് കൈ വണങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്താൽ എനിക്ക് ഒരു കുഴപ്പവുമില്ലാന്ന്. നെക്സ്റ്റ് പാരഗ്രാഫ്. I must draw your attention to this aspect of Ranga's character. He knew when it would be to his advantage to talk to someone and rightly assessed people's worth. As for his namaskara to me, he did not do it like any present-day boy, with his head up towards the sun, standing stiff like a pole without joints, jerking his body as if it was either a wand or a walking stick. Nor did he merely fold his hands, he bent low to touch my feet. "May you get married soon," I said, blessing him. After exchanging a few pleasantries, I left. ഈ പാരഗ്രാഫിൽ രംഗയുടെ ക്യാരക്ടറിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോഴുള്ള ആൾക്കാർ എല്ലാം വ്യത്യാസമാണ്, അവരുടെ നമസ്കാരവും എല്ലാം. പക്ഷേ രംഗ അങ്ങനെയൊന്നുമല്ല, ഇപ്പോഴുള്ള കുട്ടികളെ പോലെ അല്ല. നരേറ്ററിൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് നമസ്കാരം നടത്തുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ നരേറ്റർ ആശീർവദിക്കുന്നുമുണ്ട്. നമുക്കറിയാമല്ലോ, ജോലിയൊക്കെ കിട്ടിയാൽ പിന്നീട് പ്രായമുള്ളവർ കല്യാണത്തെക്കുറിച്ചാണ് തിരക്കുന്നത്. അതുപോലെ ഇവിടെയും നരേറ്റർ ബ്ലസ് ചെയ്യുന്നത് രംഗ വേഗം ഒരു കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നരേറ്റർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. Next paragraph. That afternoon when I was resting, Ranga came to my house with a couple of oranges in his hand, a generous, considerate fellow. It would be a fine thing to have him marry, settle down and be of service to society, I thought. For a while we talked about this and that. Then I came to the point. "Rangappa, when do you plan to get married?" "I am not going to get married now," he said. "Why not?" അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് നരേറ്റർ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രംഗ കയ്യിൽ കുറേ ഓറഞ്ചസുമായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ രംഗയോട് നരേറ്റർ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രംഗ പറയുകയാണ്, ഇപ്പോഴൊന്നും ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന്. അതെന്താ അങ്ങനെയെന്ന് നരേറ്റർ ചോദിക്കുമ്പോൾ രംഗ പറയുന്നത് ഇങ്ങനെയാണ്. "I need to find the right girl. I know an officer who got married only 6 months ago. He is about 30 and his wife is 25, I am told. They will be able to talk lovingly to each other. Let's say I married a very young girl. She may take my words spoken in love as words spoken in anger. Recently, a troupe in the Bangalore staged the play Shakuntala. There is no question of Dushyanta falling in love with Shakuntala if she were young, like the present day brides. Is there? What would have happened to Kalidas' play?
If one gets married, it should be a girl who is mature. Otherwise, one should remain a bachelor. That's why I am not marrying now. അപ്പോൾ രംഗ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ചേരുന്ന ഒരു കുട്ടിയെ തന്നെ വേണം കല്യാണം കഴിക്കാൻ. 6 മാസം മുമ്പ് കല്യാണം കഴിച്ച ഒരു ഓഫീസറിനെ എനിക്കറിയാം. ഓഫീസറിന് 30 വയസ്സും ഭാര്യയ്ക്ക് 25 പ്രായം. അവർക്കതുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റും. അതേസമയം ഞാനൊരു കൊച്ചുകുട്ടിയാണ് കെട്ടുന്നതെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ ഇത് ഒരുപാട് പഴയ കാലഘട്ടത്തിലുള്ള ഒരു കാര്യങ്ങളാണ്, സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പ്. സോ നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. സോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രംഗ അങ്ങനെ ചെറിയൊരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ കെട്ടിയാൽ ഞാൻ സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവൾക്ക് ദേഷ്യപ്പെട്ടതായി തോന്നും. ഈയിടെ ഒരു നാടക ട്രൂപ്പ് ബാംഗ്ലൂരിൽ ശാകുന്തളൻ്റെ ഒരു നാടകം നടത്തിയായിരുന്നു. അതിൽ ദുഷ്യന്തൻ ശാകുന്തളനെ സ്നേഹിക്കുന്നത് ശാകുന്തളയുടെ ചെറിയ പ്രായത്തിലല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കാളിദാസ് എന്നൊരു കഥ അവിടെ ഉണ്ടാകില്ല എന്നും രംഗ നരേറ്ററിനോട് പറയുന്നുണ്ട്. ഒരാൾ കല്യാണം കഴിക്കണമെങ്കിൽ കെട്ടുന്ന പെൺകുട്ടി മെച്യൂർ ആയിരിക്കണം. അതല്ലെങ്കിൽ ആ ആൾ ബാച്ചിലറായി നിൽക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്നതും എന്ന് രംഗ നരേറ്ററിനോട് പറയുന്നതായി നമുക്ക് കാണാം. നെക്സ്റ്റ് പാരഗ്രാഫ്. ഈസ് ദെയർ എനി അതർ റീസൺ a man should marry a girl he admires? What we have now are arranged marriages. How can one admire a girl with milk stains on one side of her face and wetness on the other, or so young that she doesn't even know how to bite her fingers? അപ്പോൾ ഈ പാരഗ്രാഫിൽ നരേറ്റർ രംഗനോട് ചോദിക്കണം മറ്റെന്തെങ്കിലും കാരണം ഇതല്ലാതെ ഉണ്ടോ എന്ന്. അപ്പോൾ രംഗ പറയുന്നുണ്ട്, ഇപ്പോഴുള്ള അറേഞ്ച്ഡ് മാരേജസ് പോലെയല്ല. ഒരു ആണ് അവനെ അഡ്മയർ ചെയ്യുന്ന പെണ്ണിനെ വേണം കല്യാണം കഴിക്കുവാനെന്നും പറയുന്നു. അഡ്മയർ എന്നാൽ ആരാധിക്കുക. പിന്നെ പറയുന്നു, എനിക്ക് ഈ പാലും കുടിച്ച് ഒലിപ്പിച്ച് നടക്കുന്ന കുട്ടിയെ വേണ്ട, എനിക്ക് മച്ചുവേർഡായ ഒരു കുട്ടിയെ മതി എന്നും പറയുന്നുണ്ട്. One a neem fruit, the other a bitter gourd. Exactly, Ranga said, laughing. I was distressed that the boy who I thought would make a good husband had decided to remain a bachelor. After chatting for a little longer, Ranga left. I made up my mind right then that I would get him married. രംഗ ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് നരേറ്റർ കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. കാരണം രംഗാനെ കല്യാണം കഴിപ്പിക്കാൻ നരേറ്ററിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രംഗയ്ക്ക് ഉടനെ കല്യാണം വേണ്ട എന്നായിരുന്നു പറഞ്ഞത്. സംസാരം കഴിഞ്ഞ് രംഗ തിരിച്ചുപോയി. ഇതൊക്കെ ഓർത്തിട്ട് നരേറ്റർ മനസ്സ് തീരുമാനിച്ചു രംഗനെ താൻ മുന്നിട്ടിറങ്ങി കല്യാണം നടത്തണമെന്ന്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ആയിട്ട് എടുക്കുന്നതായിരിക്കും. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.